ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. യൂട്യൂബേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുന്നതിലൂടെ എങ്ങനെ നമ്മളുടെ ഓഡിയൻസുമായിട്ട് നമുക്ക് പെട്ടെന്ന് എൻഗേജ്മെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ചാനലിൻ്റെ റീച്ച് എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാം. ചില ആളുകൾ പറയാറുണ്ട് വലിയ ചാനലാണ് പക്ഷേ റീച്ച് ഡൗൺ ആയിപ്പോയി, ഇപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ തുച്ഛമായ വ്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ, ഇതിനെങ്ങനെയാണ് നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റുക എന്ന ഈ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഒരു ഗിവ് അവേ വരുന്നുണ്ട്. ഈ ഒരു ഗിവ് അവേ എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യവും തന്നെയാണ്. അതായത് പല ആളുകളും യൂട്യൂബിലേക്ക് കടന്നു വന്നിട്ട് 1000 സബ്സ്ക്രൈബേഴ്സിനെ പെട്ടെന്ന് നേടിയെടുക്കാറുണ്ട്. പക്ഷേ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പലരും ബുദ്ധിമുട്ടാറുണ്ട്. ഇതിന് നമ്മൾ 4000 വാച്ച് അവേഴ്സ് നമ്മൾ പൊതുവിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് താഴെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളോട് ഞാൻ പറയുന്ന ഈ ഗിവ് അവേ എന്ന് പറയുന്നത്, ഈ ഗിവ് അവേയിൽ വിജയിയാവുന്നവർക്ക് നമ്മൾ ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓരോ വീഡിയോസിലും ഓരോ ആളുകളെ സെലക്ട് ചെയ്യും. ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ എത്രയാണോ ബാലൻസ് ആയിട്ട് വരുന്ന വാച്ച് അവേഴ്സ് അത് നമ്മൾ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി അഥവാ ഇതിൽ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയ ഒരു വ്യക്തിയാണ് ഈ ഗിവ് അവേയിൽ വിന്നർ ആവുന്നതെങ്കിൽ അവർ പേടിക്കേണ്ടതില്ല. അവർക്ക് 10,000 വ്യൂസ് ഗൂഗിൾ ആഡ്സിലൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇനി ഗിവ് അവേയിൽ പങ്കെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടു കഴിഞ്ഞതിന് ശേഷം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു വിലയേറിയ ഫീഡ്ബാക്ക്, എന്താണോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള വിഷയം, ഇത് ഉഷാറായിട്ടുണ്ട് ഇക്ക എന്നുള്ള കമൻറ്റുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏറ്റവും നല്ല വിലയേറിയ ഒരു കമൻറ്റ് നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ കമൻറ്റ് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റിൽ ലൈക്ക് കിട്ടുന്ന വ്യക്തിയായിരിക്കും തിരഞ്ഞെടുക്കുക. അതുപോലെ വേറൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെയുണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്കും താഴെയുണ്ട്. ഇതിലൊക്കെ കയറിയിട്ട് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വലിയ ചാനലുകളായാലും ചെറിയ ചാനലുകളായാലും ഓഡിയൻസുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ നമ്മളുടെ വീഡിയോസിലേക്ക് ഓവർ വ്യൂവേഴ്സിനെ എത്തിക്കാൻ പറ്റും. അതായത് റീച്ച് കൂട്ടിയെടുക്കാൻ പറ്റും. നേരത്തെയുള്ള ചാനലാണെന്നുണ്ടെങ്കിലും നല്ല ഓഡിയൻസ് ഉണ്ട്, പക്ഷേ അതായത് സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ട്, പക്ഷേ വീഡിയോസിൽ വ്യൂസ് വരുന്നില്ല. ഒരു 20,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ വ്യൂസ് എങ്ങനെയായാലും 100-200 വ്യൂസ്. ഇതിനെന്താണ് ചെയ്യുക എന്ന് പലരും ചോദിക്കാറുണ്ട്. മെസ്സേജ് ഇങ്ങനെ നിരന്തരം വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ കമ്മ്യൂണിറ്റി ടാബുമായി നമ്മൾ ഓഡിയൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഈ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ എങ്ങനെ പോസ്റ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ മാത്രമല്ല, എന്ത് ടൈപ്പ് പോസ്റ്റ് ചെയ്യണം, ഈ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഓഡിയൻസായിട്ട് എന്ത് ടൈപ്പ് ഓഫ് എൻഗേജ്മെൻ്റ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നീ വിഷയങ്ങൾ ഈ വീഡിയോയിൽ അവസാനം വരെ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. കമ്മ്യൂണിറ്റി ടാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ടാബാണ്. അതായത് ഒരു പോസ്റ്റിംഗ്, ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അതായത് നമുക്ക് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നീ പോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിലൂടെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. ഈ ഏരിയ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം? കമ്മ്യൂണിറ്റി ടാബ് പുതിയതായിട്ട് ഒരു ചാനലിലേക്ക് ഫീച്ചറായി കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയ വരുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്. 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് കിട്ടണമെന്നില്ല. അതേ സ്ഥാനത്ത് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം ഒരു 4 വീക്സിൻ്റെ ഉള്ളിലായിട്ടാണ് യൂട്യൂബ് നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് ഇനേബിൾ ചെയ്തു തരുന്നത്. കമ്മ്യൂണിറ്റി ടാബ് ഇനേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കമ്മ്യൂണിറ്റി ടാബിലൂടെ എങ്ങനെ ഓഡിയൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യേണ്ട കുറച്ച് പോസ്റ്റിൻ്റെ മോഡൽസ് ഞാൻ ഇപ്പോൾ സ്ക്രീനിലൂടെ കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു കാണിക്കുന്ന ഒരു മോഡൽ, പിന്നെ രണ്ടാമത് വേറൊരു മോഡൽ, മൂന്നാമത്തത് വേറൊരു മോഡൽ. ഈ 3 മോഡലുകളുടെയും മാറ്റങ്ങളും വ്യത്യാസങ്ങളും എന്താണെന്നുള്ളതാണ് അറിയിക്കാൻ പോകുന്നത്. ഈ 3 മോഡലുകളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി ടാബിലുള്ള ഓഡിയൻസുമായിട്ട് നമ്മൾ വീണ്ടും എൻഗേജ്മെൻറ്റ് കൊണ്ടുവരും. അതായത് നമ്മളെ ചാനലിൽ ഒരു 10-30ൻ്റെ മുകളിലൊക്കെ വീഡിയോസ് ഉണ്ടാവും. ഓൾഡ് വീഡിയോസിലേക്ക് നമ്മൾ വ്യൂവേഴ്സിന് എത്തിക്കുക. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് മുതൽ 30 ദിവസം ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ ലെവൽ മാറിയിരിക്കും. അത് ഷുവറാണ്, റിസൾട്ടാണ്. ഇതെല്ലാം പറയുന്നത് എക്സ്പീരിയൻസിൻ്റെ പുറത്താണ്. നമ്മളുടെ ഓരോ ചാനലുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്കുകൾ ഇതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് നിങ്ങളെടുത്ത് ഇത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇതുവരെയുള്ള വീഡിയോസുകളിൽ ഓരോ വീഡിയോസും, ഓൾഡ് വീഡിയോസുകൾ ഓരോന്നായിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഡെയിലി 1 വെച്ചിട്ട് പോസ്റ്റ് ചെയ്യുക. ഡെയിലി 1 വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ
ഇതുപോലെ 30 ദിവസം കൊണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ സിസ്റ്റം തന്നെ മറിയുന്നതാണ്. അതായത് നിങ്ങൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഇപ്പം തന്നെ പോയി കമ്മ്യൂണിറ്റി ടാബിൽ പോയി ഇടണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. ഇട്ടെന്ന് വിചാരിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അതേ സ്ഥാനത്ത് നിർബന്ധിക്കുന്നില്ല. അതേ സ്ഥാനത്ത് ഓൾഡ് വീഡിയോസിനെ നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിറ്റി ടാബിൽ എൻഗേജ്മെൻറ്റ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. ഡെയിലി ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിൽ കമ്മ്യൂണിറ്റി ടാബിൽ എന്തായാലും പോസ്റ്റ് വരും എന്നുള്ള രൂപത്തിലാണ് ചെയ്യേണ്ടത്. പോസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ഫസ്റ്റ് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷനിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് നേരെ നമ്മളെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് ഷെയർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് പോസ്റ്റ് കിട്ടും. ക്രിയേറ്റ് പോസ്റ്റ് വെച്ചിട്ട് നേരെ കമ്മ്യൂണിറ്റി ടാബിൽ കൊണ്ടുവരുന്ന ഈ വീഡിയോ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കുക. ഓൾഡ് വീഡിയോ ആയാലും കാണാൻ മറക്കരുത്. ഇനി അതല്ലെങ്കിൽ ഈ ടിപ്പ് അറിയാതെ പോകരുത്. എന്താണോ നമുക്ക് ആ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് ആ വിഷയം ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒന്നാമത്തെ പോസ്റ്റിൻ്റെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ. ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോൻ്റെ തമ്പനെയിൽ നമ്മൾ ഇതിലേക്ക് ഒരു കസ്റ്റം ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഈ സെറ്റ് ചെയ്ത് വെച്ചതിൽ മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വീഡിയോ കാണാൻ മുകളിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷനായിട്ട് മുകളിൽ നമ്മൾ കൊടുക്കുന്നത് ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കുന്നവരെ ഒരു 3 പ്രാവശ്യം 3 ലൈനിലായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് കമ്മ്യൂണിറ്റി ടാബിൽ ഈ പോസ്റ്റ് കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്യുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് കാണുന്നുണ്ടാവുക. കാണുന്ന സമയത്ത് തന്നെ ഇത് കണ്ടന്റ് കണ്ടില്ലല്ലോ, അതായത് പെട്ടെന്ന് വരുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. നമ്മളൊരു 30 വീഡിയോ മുമ്പുള്ള ഒരു വീഡിയോ എടുത്ത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ വന്ന സബ്സ്ക്രൈബർ ആ വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അവരിലേക്ക് ഇത് റെക്കമെൻഡഡ് ആയിട്ട് പോകാനുള്ള ഒരു സാധ്യതയും കൂടെ വരുന്നുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു അനലിറ്റിക്സിലുള്ള ചേഞ്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സഹിതം കാണിച്ചു തരുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റി ടാബ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നേരം നിങ്ങളുടെ ചാനലിൽ വരാൻ പോകുന്ന ഒരു ഗ്രോത്ത് എന്താണെന്ന് കാണിക്കാം. അങ്ങനെ ഈ പോസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ലിങ്ക് കൊടുത്തിട്ട് ചെയ്യാം. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള നമ്മളുടെ തമ്പനെയിൽ തന്നെ നമുക്കൊന്ന് റിസൈസ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം സൈസ് പോസ്റ്റിലേക്ക്, അതായത് 1:1 സൈസിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ 3 മോഡലുകളും ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ മോഡൽ സെറ്റ് ചെയ്യുക. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും. ഇതിന് വരുന്ന ഒരു ഫീച്ചർ എന്താണെന്ന് പറയാം. ഡെയിലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നേരം ഓൾഡ് വീഡിയോസിലേക്ക് വ്യൂസ് വരും. ഈ വ്യൂസ് വരുന്നത് ട്രാഫിക് സോഴ്സ് എന്ന് പറയുന്നത് ചാനൽ പേജസ് എന്ന് പറഞ്ഞ ട്രാഫിക് സോഴ്സാണ്. ചാനൽ പേജസ് ട്രാഫിക് സോഴ്സ് കൂടി വരുന്നത് ഇന്ന് മുതൽ കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറൗണ്ട് 7 to 8 ഡേയ്സ് കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ ചാനലിൽ ബ്രൗസ് ഫീച്ചർ കൂടുതലായിട്ട് വരാൻ തുടങ്ങും. ബ്രൗസ് ഫീച്ചർ കൂടുതൽ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡേഷനും കൂടും. അതായത് യൂട്യൂബ് സജഷൻ കൂടി വരും എന്നുള്ളത്. സജഷൻ കൂടി കിട്ടിയാൽ ചാനൽ പെട്ടെന്ന് ഗ്രോത്തിലേക്ക് എത്തും. എൻ്റെ എക്സ്പീരിയൻസിലുണ്ട് അങ്ങനത്തെ ചാനൽ ഞാൻ കാണിച്ചിരുന്നുണ്ട്. വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ചാനൽ ഇത്ര പെട്ടെന്ന് നമ്മൾ ഗ്രോത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസ് മാത്രമല്ല പോസ്റ്റ് ചെയ്യാൻ പറ്റുക. നമ്മളെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ജിഫ് ഫയൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ചെറിയ ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് നിങ്ങളുടെ ഒരു വീഡിയോയുടെ എന്തൊക്കെയാണോ ഉള്ള ഒരു ട്രെയിലർ പോലെ നമുക്ക് വേണമെങ്കിൽ അവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ ഫോട്ടോസ് മീൻസ് 5 ഫോട്ടോസ് വരെ ഒരു സമയത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന. പിന്നെ പോൾ സെക്ഷനിൽ കൂടെ ഓഡിയൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. എന്താണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലാണ്, അപ്പോൾ എനിക്ക് നാളെ തന്നെ വേണമെങ്കിൽ ഒരു പോസ്റ്റ് ഇടാം. ചാനൽ മോണിറ്റൈസ്ഡ് ആയവർ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ മോണിറ്റൈസ്ഡ് അല്ലാത്തവർ പറയുക, 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ അറിയിക്കുക എന്നീ പറഞ്ഞിട്ട് നമുക്ക് ആളുകളോട് അഭിപ്രായങ്ങൾ ചോദിക്കാം. ഇനി അതല്ല, എന്തെങ്കിലും ക്രൈസിസോ കാര്യങ്ങളോ വരികയാണ്, നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂസാണ്, അതിനെക്കുറിച്ച് നമുക്ക് ഓഡിയൻസുമായിട്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. ഈ പോൾ സെക്ഷനും ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ട് ഓഡിയൻസിനെ ഇൻട്രാക്ഷൻ കൊണ്ടുവരേണ്ടത് സിസ്റ്റം. ഇനി ഈ ഒരു ഗിവ് അവേ മറക്കാതിരിക്കുക. അവസാനം വരെ കണ്ട ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്